അവരും പരീക്ഷയുടെ വൻ തിരക്കിലായിരിക്കും. എന്നാലും കുഴപ്പമില്ല. ഒരുപാട് കുട്ടികൾ സംശയം ചോദിച്ചു, സാർ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു തരണം, വളരെ ഇമ്പോർട്ടന്റ് അല്ലേ. നമ്മുടെ ആ കാറിന്റെ ബൈക്കിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരുപാട് പേഴ്സണലി മെസ്സേജ് വന്നിട്ട് കുട്ടികൾ ചോദിച്ചു, സാർ എന്തായാലും ഇത് ചെയ്തു തരണമെന്ന്. നമുക്ക് ചെയ്യാം. ഒരു കൂട്ടം മൃഗങ്ങളുണ്ട്. ഏതൊക്കെയാ? ബഫല്ലോ, പോത്തും താറാവും. ഇതിന്റെ മലയാളം വെർഷൻ പോത്തും താറാവും എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് തന്നെ, പോത്തും താറാവും ഉണ്ട്. അതിൽ പറയുന്നു കാലുകളുടെ എണ്ണം. കാലുകളുടെ എണ്ണം പറയാം. നമ്പർ ഓഫ് ലെഗ്സ്. നമ്പർ ഓഫ് ലെഗ്സ്, കാലുകളുടെ എണ്ണം എന്താ പറയുന്നത്? 24 മോർ ദാൻ എന്ന് വെച്ചാൽ പ്ലസ്, 24 കൂടുതലാണ് എന്നാണ്. അപ്പൊ 24 കൂടുതലാണ്. എന്തിനേക്കാൾ? 24 കൂടുതലാണ്. ടോയ്സ് ദ നമ്പർ ഓഫ് ഹെഡ്. ഹെഡിന്റെ എണ്ണത്തേക്കാൾ 24 കൂടുതലാണ് കാലിന്റെ എണ്ണം. ഹെഡിന്റെ അപ്പൊ എത്രയാ എണ്ണം എന്ന് എനിക്കറിയില്ല. പണ്ട് തൊട്ടേ നമ്മൾ പഠിച്ച അറിയാത്ത സാധനങ്ങൾ നമ്മൾ എക്സ് വൈ ഇസഡ്. എന്റെ പേര് ഗസ്നി എന്ന് തുടങ്ങുന്നുണ്ട്, മുഹമ്മദ് ഗസ്നി എന്ന്. അപ്പൊ ഞാൻ ജി. അപ്പൊ ഞാൻ എന്തോ പേര് കൊടുത്തു? അറിയത്തില്ല തലയുടെ എണ്ണം എത്രയാന്ന്. അപ്പൊ നമ്പർ ഓഫ് ഹെഡ്സിനെ ഞാൻ അസ്യൂം ചെയ്യുക. നമ്പർ ഓഫ് ഹെഡ്സിനെ ഞാൻ പേര് വിളിച്ച്, നമ്മൾ പാത്തു എന്നൊക്കെ പറയുന്ന പോലെ എങ്ങനെ പേര് വിളിച്ച് ജി എന്ന് പേര് കൊടുത്ത്. ഓക്കെ. അപ്പം ഹെഡിന്റെ എണ്ണത്തേക്കാൾ, ഇത് ഹെഡിന്റെ എണ്ണം 10. അപ്പൊ 10ന്റെ ഇരട്ടി എത്രയാവും? നമ്മൾ നോക്കുന്ന 10 ഗുണം 2. ഇവിടെ ഹെഡിന്റെ എണ്ണത്തെ ഞാൻ ജി എന്ന് വിളിച്ചു. അപ്പൊ അതിന്റെ ഡബിൾ എന്താവും? 2G. ടോയ്സ് ഓഫ് ആ നമ്പർ. അപ്പൊ ഇവിടെ ഹെഡിന്റെ ഇരട്ടിയുടെ 24 കൂടുതലാണ് എന്തിന്റെ എണ്ണം? കാലിന്റെ എണ്ണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ്. ഇനി എന്തോ ക്ലിയർ ആവാനാ? ഓക്കെ അല്ലേ? ഓക്കെ. എന്നിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടി. എന്താ? 2G + 24 നമുക്ക് ഇക്വേഷൻ കിട്ടി കഴിഞ്ഞു. ഓക്കെ. ഞാൻ ഇനി എന്ത് ചെയ്യാന്നറിയാമോ? ഈ 24 അവിടെ നിൽക്കട്ടെ. 2G എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? കാലുകളുടെ എണ്ണം കിട്ടി. കാലുകളുടെ എണ്ണം എന്ത് കിട്ടി? 2G എന്ന് കിട്ടി. ഓക്കെ ആണോ? ആണ്. അപ്പം 10 മൃഗങ്ങൾ ഉണ്ടെങ്കിൽ മൊത്തം എത്ര കാലായി? 20 കാലായി. 20 മൃഗങ്ങൾ ഉണ്ടെങ്കിൽ എത്ര കാലായി? 20. ജിയുടെ അവിടെ ഈ 20ഉം 10ഒക്കെ ഇട്ട് കൊടുക്കേണ്ട എവിടെയാ? ജിയുടെ അവിടെ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സംഖ്യ കിട്ടും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പോത്തിന് 2 കാലാണോ? അല്ല, പോത്തിന് 4 കാല. അത് നമുക്കറിയാം, പോത്തിന് 4 കാല. അപ്പൊ ഇവിടെ ഒരു 24 അധികം കിടപ്പുണ്ടല്ലോ, അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി ബാക്കി ഈ 24 വന്നത് പോത്തിന്റെ കാലുകളായിരിക്കും. പോത്തിന് ഇപ്പൊ നമ്മള് 2 കാല് വീതം വെച്ചേ കൂട്ടിയോളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 24നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. 24നെ 2 കൊണ്ട് ഹരിക്കുമ്പോ നമുക്ക് എന്തോ കിട്ടും? ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 12 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ബാക്കി വന്ന 24 എന്നുള്ളത് പോത്തുകളുടെ കാലിന്റെ എണ്ണമാണ്. പോത്തിന്റെ കാലിന്റെ എണ്ണം എത്രയാ? 2 എണ്ണം വീതം വെച്ചാൽ നമ്മൾ ഇതിൽ കൂട്ടിയത് 2G. ബാക്കി 2 എണ്ണം ഇതിൽ കിടപ്പുണ്ട്. അത് എത്ര 2 ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പൊ എനിക്ക് ആൻസർ എത്ര കിട്ടി? 12. നോക്കാം ഓപ്ഷനിൽ 12 എന്നുണ്ടോന്ന്. ഉണ്ടല്ലോ, ഇതാ കിടക്കുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഈ 24 മോർ ദാൻ എന്നുള്ളിടത്ത് നിങ്ങൾ ഒരു 36 എന്ന് വെച്ച് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? ഈ ക്വസ്റ്റ്യന് പറയാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഇന്നൊരു പ്രൊഫഷണൽ എക്സാം എഴുതിയ ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇതേ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്നാണ് അവൻ പറഞ്ഞത്. ഓക്കെ, ചോദിച്ചിട്ടുണ്ടായത്. അപ്പം ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും കേൾക്കുക. ഓക്കെ, ഞാൻ ഫാസ്റ്റ് ആയിട്ട് അടുത്ത മാക്സിമം വീഡിയോസ് ഇന്ന് ഇടാൻ പറ്റുന്നൊക്കെ ഇടാം. ഓക്കെ, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക, എക്സാം സിമ്പിൾ ആക്കി എഴുതുക. ഓക്കെ.